ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവര് പറഞ്ഞപ്പോഴൊന്നും സാർ മിണ്ടിയില്ലല്ലോ. എന്നെ ഭരിക്കാൻ ആരും വരണ്ട. ഞാൻ സാറിനെ വിവാഹം കഴിച്ചെന്ന് കരുതി ഈ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് ഞാൻ അനുസരിക്കണോ? അതിനെനിക്ക് സൗകര്യമില്ല. മതി. എന്നും ഒരാൾക്ക് സങ്കടം മാത്രം ഈശ്വരൻ കൊടുക്കില്ലല്ലോ. താൻ നോക്കിക്കോ, ഈ അവസ്ഥയൊക്കെ മാറും. തനിക്ക് നല്ല കാലം വരാൻ പോകുന്നേ ഉള്ളൂന്നാ എന്റെ മനസ്സ് പറയുന്നത്. താനീ പറഞ്ഞതുപോലെയൊക്കെ ചിന്തിച്ച ഇത്രയും നാള് ഞാൻ ജീവിച്ച. പക്ഷെ ഇപ്പൊ പോകെ പോകെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ പോവും. പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറയും പോകുന്നില്ല. കാരണം അത്രമേൽ എന്റെ ജീവിതം കുരുക്കിൽ വീണ് കഴിഞ്ഞു. ഓരോന്നോരോന്നായി കുരുക്കഴിക്കും തോറും കഴുത്ത് മുറുകുന്ന മറ്റു പ്രശ്നങ്ങൾ. സമാധാനത്തിലൊന്നും ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് തനിക്കറിയോ? ഞാൻ ഈ പറഞ്ഞതിനെയൊക്കെ 2 അക്ഷരത്തിൽ ഒതുക്കിയ അതിനെ വിധിയെന്ന് പറയാം. സ്വയം സമാധാനിക്കാൻ ആ വാക്ക് മാത്രമല്ലേ ഉള്ളൂ. അമ്മയുടെ കാര്യമില്ലാതെ തനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാവർക്കും കാണുമല്ലോ പ്രശ്നങ്ങള്. അങ്ങനെ കുറെ പ്രശ്നങ്ങള് എനിക്കും ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാ, എന്റെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാ അത് വിശ്വസിക്കാൻ വരെ പാടാ. ഇങ്ങനെയൊക്കെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നിപ്പോവും. ഇപ്പൊ എല്ലാം ഞാനായിട്ട് തന്നെ ഈശ്വരന് വിട്ടുകൊടുത്തിരിക്കുക. അവിടുന്ന് തരുന്നത് ഞാൻ അനുഭവിക്കും. അത് സന്തോഷമായാലും സങ്കടമായാലും. ഇനി അങ്ങോട്ട് സന്തോഷമൊന്നും ആയിരിക്കില്ല. എന്ത് ചെയ്യാൻ, അനുഭവിക്കാൻ തന്നെ. ഈ സമയം കടന്നു പോകും എന്ന് മാത്രം ചിന്തിക്കണം. ഇപ്പൊ എന്താ രസം നോക്കി. ഈ വേഷം സ്ഥിരമാക്കണമെന്ന് എന്റെ അഭിപ്രായം. എന്തൊക്കെയായിരുന്നു എന്റെ സ്വാതന്ത്ര്യം, എന്റെ തീരുമാനം. ഇപ്പോ അർജുന്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ലേ, എന്റെ കുഞ്ഞോളുടെ വാക്കാണ് ഈ വീട്ടിലെ അവസാന വാക്കെന്ന്. എല്ലാത്തിനും ഒരു തീരുമാനമായല്ലോ, പിന്നെന്തിനാ അതൊക്കെ പറയുന്നേ? അങ്ങനെ അല്ല അളിയ. വായിക്കൊള്ളാത്ത വർത്തമാനം പറയുമ്പോ ആലോചിക്കണം മുമ്പിൽ നിൽക്കുന്ന ആരൊക്കെയാണെന്ന്. ഇതുപോലുള്ള അഹങ്കാരങ്ങള് മുളയിലെ അങ്ങ് നുള്ളിക്കളയണം. ഇല്ലെങ്കിൽ അതിന്റെ ദോഷം അളിയന്റെ ഈ നിൽക്കുന്ന മകനാ. കുഞ്ഞുങ്ങളുടെ വർത്തമാനത്തിനപ്പുറം ഈ വീട്ടിൽ ആരും സംസാരിക്കണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. അഹങ്കാരം കാണിക്കുന്നൊരു പരിധിയില്ലേ? ഞാൻ എന്റെ കാര്യം പറയുമ്പോ അതെങ്ങനെ അഹങ്കാരമാവുന്നേ? എന്റെ അമ്മായിയമ്മ പറഞ്ഞിട്ടല്ല ഞാനിപ്പോ അനുസരിച്ചത്, എന്റെ ഭർത്താവ് പറഞ്ഞിട്ടാ. പിന്നെ ഇവിടെ എന്തേലും നടക്കുമ്പോ അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പ് വർത്താനം പറയാൻ നിങ്ങളും ഭാര്യയും മോളും വരണ്ട. ഐശ്വര്യ, നിർത്ത്. എന്ത് നിർത്താനാ സാറ് പറയുന്നേ? ഇവര് പറഞ്ഞപ്പോഴൊന്നും സാർ മിണ്ടിയില്ലല്ലോ. എന്നെ ഭരിക്കാൻ ആരും വരണ്ട. ഞാൻ സാറിനെ വിവാഹം കഴിച്ചെന്ന് കരുതി
ഈ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് ഞാൻ അനുസരിക്കണോ? അതിനെനിക്ക് സൗകര്യമില്ല. മതി. എല്ലാവരുടെയും വഴക്കും തർക്കവും ഒക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. മഹി, പൂജകൾക്കും വഴിപാടുകൾക്കുള്ള രസീത് ദാ അവിടുന്ന് തരും. അത് പോയി വാങ്ങിട്ട് വാ. ആദ്യം എല്ലാവർക്കും തൊഴാം. അത് കഴിഞ്ഞ് പൂജയിലേക്കും വഴിപാടിലേക്കും ഒക്കെ കടക്കാം. എനിക്ക് തൊഴണമെന്നൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് വാ. അതെന്താ, നീലിമയ്ക്ക് ഈശ്വര വിശ്വാസമൊന്നും ഇല്ലേ? അതുകൊണ്ടല്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച പോരെ. പിന്നെന്തിനാ വന്നത്? വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? നീലു പറഞ്ഞത് അളിയെ മനസ്സിലായതാ. തരാനുള്ളതൊക്കെ ഈശ്വരൻ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ആ, ഇനിയിപ്പോ പറയാൻ മാത്രം ഒന്നുമില്ലെന്നാ നീലു പറഞ്ഞതേ. ഈശ്വരൻ തന്നത് തിരിച്ചെടുക്കാൻ വലിയ സമയമൊന്നും വേണ്ട.